ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ട്രിഫിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കാൻ നമുക്ക് കണ്ടു നോക്കി നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ആ പാലിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലൊരു 125 ml ആണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് കട്ടിയായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി തിക്കനായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇന്നലെ നമ്മളുടെ വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്കിന്നൊരു ചോക്ലേറ്റ് സിറപ്പും കൂടിയിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 1/2 കപ്പ് ഷുഗറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ചോക്ലേറ്റ് സിറപ്പായിട്ട് കിട്ടും. ഇതും നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് 2 സെർവിങ് ഗ്ലാസ് എടുത്ത് അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി വെക്കാം. ഇനി ഞാനിതിലേക്ക് 2 ഓറിയോ ബിസ്ക്കറ്റാണ് ഫസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടെങ്ങാനും ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ലെയർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ കസ്റ്റാർഡ് മിക്സ് യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ചെറിയ പീസസുകളും അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ്, ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്രീം ബിസ്ക്കറ്റിൻ്റെ ആ ക്രീമും ഓറിയോയുടെ സ്ക്രാമ്പിൾസും ഓരോന്നായിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ വാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഓരോ ഓറിയോ ബിസ്ക്കറ്റും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ട്രഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക. വേൾഡ് ചോക്ലേറ്റ് ഡേയുടെ പ്രമാണിച്ചിട്ട് നമുക്കും തയ്യാറാക്കാം നമ്മളുടെ വീട്ടിലൊരു ഓറിയോ കസ്റ്റാർഡ് ട്രഫിൾ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.